ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ആവിയിൽ വേവിച്ചിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു അടിപൊളി പലഹാരത്തിൻ്റെ റെസിപ്പിയാണ്. ഇതിൻ്റെ രുചി അറിഞ്ഞാൽ പിന്നെ നമ്മൾ ഇതുപോലെ തന്നെ എന്നും റെഡിയാക്കി എടുക്കുള്ളൂ കേട്ടോ. അപ്പം എങ്ങനെയാണെന്നൊന്ന് പെട്ടെന്ന് വീഡിയോ കണ്ട് നോക്കാം. അപ്പോൾ ഇതിന് നമുക്ക് മെയിനായിട്ട് ആവശ്യമായിട്ടുള്ളത് റവയാണ് കേട്ടോ. 1 കപ്പ് റവയാണ്. റവ തന്നെ ചെയ്തെടുക്കുന്നത് കൊണ്ട് തന്നെ ഇത് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇതിലേക്ക് നമ്മൾ 1 കപ്പ് അളവിൽ വെള്ളം കൂടി ചേർത്തിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചിട്ടൊന്ന് കുതിർക്കാൻ വേണ്ടി മാറ്റി വെക്കാം കേട്ടോ. ഈ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു കൂട്ടൊന്ന് റെഡിയാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ 1/2 കപ്പ് അളവിൽ ശർക്കര എടുത്തിട്ടുണ്ട്. പൊടിച്ച ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് നമുക്കൊരു 1/4 കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് അതൊന്ന് മെൽറ്റ് ആവുന്ന സമയത്ത് ഇതിലേക്ക് 1 കപ്പ് അളവിൽ തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ തേങ്ങ ഒക്കെ ചേർക്കുന്നത് നമ്മളെ ടേസ്റ്റിനനുസരിച്ചാണ്. അപ്പം നിങ്ങളുടെ കയ്യിൽ കൂടുതൽ തേങ്ങ ഉണ്ടെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കുക കേട്ടോ, പ്രശ്നമൊന്നുമില്ല. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ചും കൂടി ഒരു ടേസ്റ്റൊക്കെ ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ട് 1/2 കപ്പ് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരറ്റും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ക്യാരറ്റൊക്കെ ചേർത്ത് കൊടുക്കുന്നത് കൊണ്ട് തന്നെ നല്ല ഹെൽത്തി ആയിരിക്കും, അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയും ആയിരിക്കും കേട്ടോ. അപ്പോൾ അതെല്ലാം നല്ലപോലെ ഒന്ന് മിക്സായി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് കുറച്ച് ഫ്ലേവറിനായിട്ട് കുറച്ച് ഏലക്കാപ്പൊടിയും അതുപോലെ ചെറിയ ജീരകത്തിൻ്റെ പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഒന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു സമയം കൊണ്ട് തന്നെ നമ്മളെ റവ നല്ലപോലെ കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മിക്സ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഒരു 2 സ്പൂണ് മാവ് ഇതുപോലെ ഒന്ന് എടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ആ ഫില്ലിങ് ഇതുപോലെ ഞാൻ മാറ്റി വെക്കുന്നുണ്ട്, മുകളിൽ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ ഫസ്റ്റ് എടുത്ത് വെക്കാൻ വേണ്ടി മറന്നുപോയി. അതിനുശേഷം ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് നമുക്ക് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം കേട്ടോ. ആ ഒരു സമയത്ത് നമുക്ക് ഇതിലുള്ള എക്സസ് ആയിട്ടുള്ള വെള്ളമൊക്കെ നല്ലപോലെ വറ്റിയിട്ട് നല്ലൊരു കറക്റ്റ് പരുവായിട്ട് കിട്ടും കേട്ടോ. അപ്പം ആ പാനിന്നൊക്കെ വിട്ട് കിട്ടുന്ന ആ ഒരു പരുവത്തിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വെക്കാം. ഇനി ഇത് പ്രത്യേകം നമ്മൾ കുഴച്ചെടുക്കേണ്ട കാര്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. വേണമെങ്കിൽ 1 ടീസ്പൂൺ അളവിൽ നെയ്യും കൂടിയും ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. ചെറിയ ബോൾസ് ആക്കിയിട്ട് ഞാൻ ഇതുപോലെ വാഴൻ്റെ ഇലയിലാണ് കേട്ടോ അത് ചെയ്തെടുക്കുന്നത്. അതിൻ്റെ മുകളിൽ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു കുറച്ച് ഫില്ലിംഗ് ഉണ്ടല്ലോ, അതും കൂടി വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പം ഈ ഒരു ഫില്ലിങ് മുകളിലും കൂടി കുറച്ച് വെക്കുമ്പം നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളിതുപോലെ വെച്ച് കൊടുക്കുന്നത്. അങ്ങനെ വെച്ചിട്ടില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല കേട്ടോ, അത് ഓപ്ഷണലാണ്. അപ്പോൾ ഞാൻ ഇതുപോലെയാണ് കേട്ടോ എല്ലാം ഒന്ന് ഫോൾഡ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇഡ്ഡലി തട്ടിൽ ഒരു 5-6 മിനിറ്റ് ഒന്ന് ജസ്റ്റ് ആവി കയറ്റിയിട്ട് എടുക്കണം. രാവിലെ എണീറ്റ് 5-8 മിനിറ്റിൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണ് കേട്ടോ. റവ ആയതുകൊണ്ട് തന്നെ നല്ലൊരു മുരുമുരുപ്പൊക്കെ ഉണ്ടാവും, നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അത് ഉണ്ടാക്കി കഴിച്ചതിന് ശേഷം മാത്രം ഇതിൻ്റെ ടേസ്റ്റ് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ കുറച്ച് വൈറ്റ് കസ്കസ് ഞാൻ ഒന്നും കൂടി കാണാനൊരു ഭംഗിക്കും നല്ലൊരു ഹെൽത്തിയും ആവാൻ വേണ്ടിയിട്ട് ഇട്ടിട്ടുള്ളതാണ്. അപ്പോൾ ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി കേട്ടോ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കാനും മറക്കല്ലേ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാം.